താങ്ക് യു ലോർഡ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് അതിൻ്റെ 5ാമത്തെ പാർട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ബ്ലെസ്സിങ് ആൻഡ് പ്രോസ്പെറിറ്റി. നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ പ്രോസ്പെറിറ്റി തിയോളജി എന്നൊക്കെ പറഞ്ഞ തിയോളജി ഉണ്ട്. അനുഗ്രഹത്തെ മാത്രം പ്രസംഗിക്കുന്ന അങ്ങനത്തെ തിയോളജി ഉണ്ട്. പക്ഷെ അത് കാരണം അങ്ങനൊരു എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നെഗറ്റീവായി കാണപ്പെടുന്ന ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ബൈബിളിൽ നിന്ന്. മോശ ഫെറോൻ്റെ മുമ്പിൽ നിൽക്കുക. താങ്ക് യു ലോർഡ്. മോശയുടെ കയ്യിൽ എന്തുണ്ട്? വടിയുണ്ട്. ദൈവം അധികാരപ്പെടുത്തിയിട്ട് ഒരു വടിയായിട്ട് ഫെറോൻ്റെ മുമ്പിൽ നിൽക്കുക. മോശ എന്താ അവിടെ ചെയ്യുന്നത്? വടി താഴെയിട്ടു, പാമ്പായി. ഫെറോൻ്റെ കോർട്ടിൽ അവരുടെ മന്ത്രവാദികളുണ്ട്, അവരുടെ ദൈവങ്ങളുടെ പ്രീസ്റ്റുകളാണ്. അവരുടെ കയ്യിലും എന്തുണ്ട്? വടിയുണ്ട്. അവരെന്ത് ചെയ്തു? അവരും വടി താഴെയിട്ടു. അതെന്തായി? അതും പാമ്പായി. ഹല്ലേലൂയ. വ്യത്യാസം. മോശയുടെ വടി മറ്റ് പാമ്പുകളെയെല്ലാം വിഴുങ്ങി. താങ്ക് യു ലോർഡ്. അപ്പം മോശ ഇനി വിചാരിക്കുക, അയ്യോ ഇത് കുഴപ്പമാണല്ലോ, ഇനി ഞാൻ ഈ വടിയും പിടിച്ചോണ്ട് നടന്നാൽ എങ്ങനെ ശരിയാവും? കാരണം ഈ പരിപാടി ഫെറോൻ്റെ ആൾക്കാരും ചെയ്തതാണല്ലോ. അങ്ങനെ വിചാരിച്ച് ഇനി ഈ വടിയായിട്ടുള്ള പരിപാടി വേണ്ട എന്ന് മോശ വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ പിശാചും അതിൻ്റെ കൗണ്ടർ ഫീറ്റുകൾ ചെയ്യും. അതിൻ്റെ അർത്ഥം കൗണ്ടർ ഫീറ്റ് ഉള്ളത് കൊണ്ട്, കൗണ്ടർ ഫീറ്റിന് മലയാളത്തിൽ എന്താ പറയുന്നത്? അതേ സാധനം പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ ദൈവം ഇറക്കിയ ഡ്യൂപ്ലിക്കേറ്റ് പിശാച് ഇറക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് കൊണ്ട് അന്ന് ഒറിജിനൽ എനിക്ക് വേണ്ട എന്നാണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നോ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും ഉള്ളത് നമുക്ക് വേണം പ്രിയരെ. താങ്ക് യു ലോർഡ്. കൗണ്ടർ ഫീറ്റുകളുണ്ടാവും. പിശാച് കോപ്പികൾ ഇറക്കും, കള്ളത്തരങ്ങൾ കൊണ്ടുവരും. അത് കൊണ്ടുവരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നും എനിക്ക് വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിൽക്കരുത്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ പിശാചും അനുഗ്രഹങ്ങൾ തരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടെന്നാണോ? നോ. തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യമാണ്. താങ്ക് യു ലോർഡ്. ദ ഡെവിൾ ക്യാൻ ബ്ലെസ് യു ബട്ട് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ ആമുഖമായിട്ടതൊന്ന് പറഞ്ഞതാ. താങ്ക് യു ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനുഗ്രഹത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് കിങ്ഡം പ്രിൻസിപ്പിൾസാണ്. അനുഗ്രഹത്തിന് ഒരു കിങ്ഡം പ്രിൻസിപ്പിളുണ്ട്. ദൈവരാജ്യത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ അനുഗ്രഹത്തിന്. അതിൽ നമ്മൾ അനേക കാര്യങ്ങൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഹോണറിങ് ഗോഡ്, ദൈവത്തെ ബഹുമാനിക്കുക. ഹല്ലേലൂയ. ഹോണറിങ് ഗോഡ്. ഈ ഹോണറിങ് ഗോഡിൽ പെട്ട ഒരു കാര്യമാണ് ടൈഡിങ്, ദശാംശം. താങ്ക് യു ലോർഡ്. നമ്മൾ ദശാംശം കൊടുക്കണോ? കുഴപ്പിക്കുന്ന ചോദ്യമാണ് ചില കാര്യങ്ങളിൽ. നമ്മൾ കൊടുക്കണോ ദശാംശം? ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പാസ്റ്റർ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണോ? താങ്ക് യു ലോർഡ്. പ്രിയരെ, ദശാംശത്തെക്കുറിച്ചും ഓഫറിങ്സിനെ കുറിച്ചും നമുക്ക് വേറൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. ദശാംശം എന്ന് പറഞ്ഞാൽ എന്താ? 1/10, 10/1. ഓക്കെ. പക്ഷേ ഇസ്രായേൽ മക്കൾക്കുള്ള ഇൻസ്ട്രക്ഷൻ വെറുതെ 10/1 അല്ല. ഹല്ലേലൂയ.
ദശാംശത്തിൻ്റെ കീഴിൽ പോയി നിൽക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, വെറുതെ 10 കൊടുത്താൽ പോരാ. ഹല്ലേലൂയ. 3 ടൈപ്പ് തൈറ്റ്സ് ഉണ്ട്, 3 തരം തൈതുകളുണ്ട്, ദശാംശമുണ്ട്. താങ്ക് യു ലോർഡ്. ഓഫറിങ്സ് വേറെയുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. നിയമത്തിൻ്റെ പിടിയിലോട്ട് തല വെച്ച് കൊടുക്കുകയാണെങ്കിൽ നീ ഇത് എല്ലാം അനുസരിക്കണം. ഇതിന്ന് നീ 1 മില്ലിമീറ്റർ മാറിയ ശാപമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മൾ ശാപത്തിൽ നിന്ന് യേശു വിടുവിച്ചത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ കുരുക്കി പോയി വീഴാൻ വേണ്ടിയിട്ടല്ല. താങ്ക് യു ലോർഡ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് കൊടുക്കണ്ട എന്നാണോ? അല്ല. നോ, നമ്മൾ കൊടുക്കണം. താങ്ക് യു. പക്ഷെ നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. താങ്ക് യു ലോർഡ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. സ്നേഹത്തിൽ നിന്നും കൊടുക്കണം. താങ്ക് യു. ദൈവത്തെ ഹോണർ ചെയ്യുവാൻ കൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഇതിൽ. താങ്ക് യു ലോർഡ്. വിഷമിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കൊടുക്കണ്ട. ദൈവത്തിന് അങ്ങനത്തെ ഒരു കൊടുപ്പ് വേണ്ട. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്, പ്രസംഗമായിട്ടുള്ള ബന്ധത്തിലല്ല. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീയും ദൈവമായിട്ട് ചില കാര്യങ്ങളുണ്ടാകും. താങ്ക് യു ലോർഡ്. ദൈവം പറയട്ടെ നീ എവിടെ കൊടുക്കണം. താങ്ക് യു ലോർഡ്. നീ അവിടെ കൊടുക്കണം. താങ്ക് യു ജീസസ്. ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോയി, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ പോയി ബില്ല് കൊടുക്കൂ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതെന്തുകൊണ്ടാണ്? താങ്ക് യു ലോർഡ്. നമ്മളെ കരുതുന്ന ഒരിടമുണ്ട്, അവിടെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പലപ്പോഴും മനുഷ്യൻ്റെ റിബൽഷനാ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയും പറഞ്ഞാൽ അതങ്ങ് വിടുക. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? പണ്ട് ഏതൊരു കഥയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് 2 പേര് ഇങ്ങനെ പോയി, അപ്പോൾ ലോട്ടറി എന്തോ അടിച്ച് കാര്യമാണ് പറയണത്. എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ പകുതി ദൈവത്തിന് കൊടുക്കും, ഒരാൾ പറയുക. അപ്പോൾ വേറൊരാൾ പറയുക, എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ മുഴുവൻ ഇങ്ങനെ കെട്ടിയിട്ട് ഒരൊറ്റ ഏറാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയരെ, ദൈവത്തെയാണോ കബളിപ്പിക്കുന്നത്? ദൈവത്തെയാണോ പറ്റിക്കുന്നത്? താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നമ്മൾ സാറയെക്കുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ, എബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചപ്പോൾ, സാറ പുറമേ ചിരിച്ചില്ല. പക്ഷെ ദൈവം സാറയോട് പറയും, നീ ചിരിച്ചു, നീ മനസ്സിൽ ചിരിച്ചു. താങ്ക് യു ലോർഡ്. ദൈവം മുഖത്ത് ചിരി വന്നോന്നല്ല നോക്കിയത്, നിന്റെ മനസ്സിൽ എന്താണോ നോക്കിയത്. ആൻഡ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നീ അതിന് ഉത്തരവാദിയാ. താങ്ക് യു ലോർഡ്. നമ്മുടെ മനസ്സ് എന്താണ്, നമ്മളെ മനസ്സ് എങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പുറമേ ഒരു ചിരിയില്ല. അവിടെ സാറ പറയുക, ഞാൻ ചിരിച്ചില്ല. സാറ പുറമേ പറഞ്ഞത് കറക്റ്റാ, പക്ഷെ ദൈവം വീണ്ടും പറയുക, നീ ചിരിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു ലോർഡ്. നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം തരുന്ന, വാട്ട് ഷുഡ് ഐ ഡു ലോർഡ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വഴിയെ ഒന്നെങ്കിൽ അപ്പം തന്നെ അല്ലെങ്കിൽ വഴിയെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പോൾ ഞാൻ തൈദിനെ കുറിച്ച് അത്രയും പറഞ്ഞു വിടുക. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു നിയമത്തിൻ്റെ കുരുക്കിലോട്ട് കയറിയിട്ട് ഞാനിത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അനുഗ്രഹം കൊണ്ടുവരത്തില്ല, ശാപമേ കൊണ്ടുവരത്തുള്ളൂ. ഹല്ലേലൂയ.
കാരണം എന്താന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. തെറ്റിപ്പോയ അടിയും കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപയുടെ കീഴിൽ നിൽക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വീണ്ടും ബിയാറ്റിറ്റ്യൂഡ്, സെർമൺ ഓൺ ദ മൗണ്ട്, മലമുകളിലെ പ്രഭാഷണം. അവിടെ യേശു പറയുക, നീ ഹൃദയത്തിൽ നിന്റെ സഹോദരനെ കൊല്ലണം എന്ന് ആഗ്രഹിച്ച കൊല്ലണം എന്ന് ചിന്തിച്ച് നടന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീ കൊലപാതകത്തിന് ഉത്തരം പറയണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നിന്റെ മനസ്സ് ശരിയല്ലെങ്കിൽ, നിന്റെ നോട്ടം ശരിയല്ലെങ്കിൽ, നിയമമില്ല, ലോകത്തുള്ള നിയമം നിന്നെ വെറുതെ വിടും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഉത്തരം പറയണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, കൃപയുടെ കീഴിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വേറെയാ. ഹല്ലേലൂയ. താങ്ക് യു. ഞാൻ അതിന് കൊന്നില്ലല്ലോ, നീ മനസ്സിൽ കൊന്നോ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിയമത്തിൻ്റെ കീഴിൽ നീ രക്ഷപ്പെടും. പക്ഷെ കൃപയുടെ കീഴിൽ ദൈവം നിന്നോട് ചോദ്യം ചോദിക്കും. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്നവരോട് മനസ്സലിവ് തോന്നുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇത്രയും പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോവാം. യേശു പട്ടിണിയും പരിവട്ടമായിട്ടായിരുന്നോ യേശു നടന്നത്? ശിഷ്യന്മാരും അങ്ങനെയായിരുന്നോ നടന്നത്? അങ്ങനെയായിരുന്നോ? എന്നോ എല്ലാ സമൃദ്ധി അങ്ങനെയായിരുന്നോ നടന്നത്? താങ്ക് യു ലോർഡ്. ഇനി വേറെ രീതിയിൽ ചോദിക്കാം. താങ്ക് യു ലോർഡ്. യേശുവിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? എല്ലാത്തിനും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താങ്ക് യു ലോർഡ്. യേശുവിന് എവിടെയെങ്കിലും വെച്ച് ഇത്ര മതി, താങ്ക് യു ലോർഡ്, ഇനി നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞോ യേശു? താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയരെ, നമ്മുടെ വിളി തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ, താങ്ക് യു ലോർഡ്, നമ്മുടെ വിളിയിൽ ദൈവം അത് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അവിടെ നമ്മൾ ഇൻസഫിഷ്യൻസി കാണിക്കുന്നുണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാതെ അത് തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. നമ്മൾ മനസ്സിലാക്കണം, വേർ ആം ഐ റോങ്? എവിടെയാണ് ഞാൻ മാറി നിൽക്കേണ്ടത്? എവിടെയാണ് എൻ്റെ സ്റ്റെപ്പ് ശരിയല്ലാത്തത്? താങ്ക് യു ലോർഡ്. ഇത് നമ്മൾ ബൈബിളിലെ പ്രിൻസിപ്പിൾ പഠിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഇതെല്ലാം ആപ്ലിക്കബിളാണ്. ഹല്ലേലൂയ. ദൈവം തരാത്തത് കൊണ്ടല്ല. താങ്ക് യു ലോർഡ്. നമ്മുടെ പൊസിഷനിങ് ശരിയാകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ 12 ശിഷ്യന്മാർ നല്ല ആരോഗ്യമുള്ള, വേല ചെയ്യുന്ന, നന്നായി ഭക്ഷണം കഴിക്കുന്ന ശിഷ്യന്മാരാ. അവരുടെ പ്രായം എത്രയാണെന്നറിയോ? എത്രയായിരിക്കും? 20 വയസ്സും അതിൻ്റെ താഴേക്കായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം കാരണം ഞാൻ പിന്നീട് പറയാം. ആ ഒരു ഏജിൽ ഒരു ആനനെ കിട്ടിയാൽ തിന്നാൻ തയ്യാറായിട്ടുള്ള 12 പേരെ ശിഷ്യന്മാരായിട്ട് കൊണ്ടു നടക്കുക യേശു. ഹല്ലേലൂയ. ഇവർക്ക് എവിടെ നിന്ന് തീറ്റ കൊടുക്കുന്നത്? ഇവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് ആരാ? യേശുവാ. താങ്ക് യു ലോർഡ്. യേശു അത്ഭുതങ്ങൾ ചെയ്തല്ല ഇവരെ പോറ്റിയത്. ജീസസ് ഹാഡ് പ്രൊവിഷൻസ്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കുറച്ച് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്, ഇനി നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ അത് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ചിന്തകൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ലോർഡ്. ഇനി യേശു ടാക്സ് കൊടുത്തിരുന്നോ? എത്ര പ്രാവശ്യം കൊടുത്തിരുന്നു? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്കറിയാം, ആ മീൻ്റെ ഉള്ളിൽ എടുത്ത കേസല്ലേ, അതിന് മുമ്പേ യേശു കൊടുത്തിരുന്നു. താങ്ക് യു ലോർഡ്. നമ്മൾ അതെല്ലാം വചനത്തിൽ നിന്ന് പഠിക്കാൻ പോവുക, മനസ്സിലാക്കാൻ പോവുക. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് വായിക്കാം
മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യം. അവർ കഫർന്നഹൂമിൽ എത്തിയാറേ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. ഓക്കെ, പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഗുരു ടാക്സ് കൊടുക്കുന്നില്ലേ എന്നാണ് അവരുടെ ചോദ്യം. പത്രോസിന്റെ ഉത്തരം എന്താ? യെസ്. 25-ാം വാക്യോ ഒന്നും കൂടെ വായിച്ചോ. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കും. 24-ാം വാക്യത്തിൽ നിന്റെ ഗുരു ടാക്സ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പത്രോസിൻ്റെ ഉത്തരം യെസ്, അതെ എന്നാണ്. ഇത് ആ മീനിൻ്റെ വായിൽ നിന്ന് കോയിൻ എടുക്കുന്നതിന് മുൻപുള്ള കാര്യമാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അവിടുത്തെ ഒരു കൾച്ചർ ഞാൻ പറയാം. ഒരു ദേശത്തുള്ളവർ അവർ ടാക്സ് കൊടുക്കണ്ട, ആ ദേശത്ത് താമസിക്കുന്നവർ. പക്ഷേ പുറത്തുനിന്ന് ബിസിനസ് ചെയ്യാൻ വരുന്നവരെന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അങ്ങനെയായിരുന്നു ടാക്സ്. നമ്മുടെ ഇന്നത്തെ ടാക്സ് സിസ്റ്റം അല്ല. താങ്ക് യു ലോർഡ്. ഇവിടെ ഉള്ള എല്ലാവരും ടാക്സ് അങ്ങനെയല്ല. ഓക്കെ, ഈ ദേശത്തുള്ളവരല്ല കൊടുക്കേണ്ടത്, വേറെ ആരെങ്കിലും അവിടെ വന്നാൽ അവർ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ റോമാക്കാർ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ റോമാക്കാർക്ക് ടാക്സ് കൊടുക്കണം. താങ്ക് യു ലോർഡ്. അവിടെ തിരിഞ്ഞു പോയത്, അതായത് റോമാക്കാർ വന്നതാ, പക്ഷേ അവർ ടാക്സ് വാങ്ങിക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. റൈറ്റ്. അപ്പോൾ യേശു പറയുന്നത്, ഈ ദേശത്തുള്ളവർ ടാക്സ് കൊടുക്കണോ? വേണ്ട. ഉത്തരം വേണ്ട. വരുന്നവരല്ലേ കൊടുക്കേണ്ടത്. 27-ാം വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന്. ഓക്കെ, അപ്പൊ ഈ ആക്ഷൻ ഇനി ചെയ്യാൻ പോകുന്നതിന് മുൻപേ ഒരു സോഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് യേശു പറയുന്നത്. നമ്മൾ അവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ. യേശു ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സൃഷ്ടാവാ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഇടർച്ച വരുത്താതിരിക്കാൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആവശ്യമില്ലാണ്ട് വഴക്കിടാൻ പോകണ്ട. താങ്ക് യു ലോർഡ്. അത് നമ്മളും അത് തിരിച്ചറിയണം പ്രിയരെ. ചില സ്ഥലത്ത് ഞാൻ ശരിയാണല്ലോ, ഞാൻ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? താങ്ക് യു ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞത് ഓർക്കുക, ഞാൻ ശരിയാണല്ലോ, അവൻ എൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തട്ടെ. നീ ശരിയാ, പക്ഷേ നീ ഒരു വലിപ്പം കാണിക്കണം. ഹല്ലേലൂയ. നീ അല്പത്തം കാണിക്കരുത്. ആ വലിപ്പം കാണിക്കുന്നത് എങ്ങനെയാ? ക്ഷമിച്ചിട്ട. ഹല്ലേലൂയ. വഴക്കിടാൻ സാധ്യത ഉള്ളയിടത്ത് എങ്ങനെ വഴക്ക് ഇടാതെ ഇരിക്കാം എന്നുള്ള അപ്രോച്ചാണ്. ഇനിയൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ പറയാം. ഓക്കെ, ഒരു ഫാമിലി ലൈഫ് തന്നെ എടുക്കാം. ഭാര്യ ഭർത്താവ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ടു എന്നിരിക്കട്ടെ. ആരാണ് പാലം പണിയേണ്ടത്? ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യോ, സോറി എന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്യോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യോ? എങ്ങനെയാണ് വേണ്ടത്? എങ്ങനെയായിരിക്കണം? ഭർത്താവ് തലയല്ലേ, അപ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? സോറി. അങ്ങനെയാണോ? ഭർത്താവ് എന്ത് ചെയ്യും? ഞാൻ തലയാണ്, അതുകൊണ്ട് ഞാൻ തല എങ്ങനെ താഴ്ത്താൻ പറ്റും? അവൾ വലായത് കാരണം അവൾക്ക് അപ്രോച്ച് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണോ? ഇപ്പോൾ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പ്ലീസ് സോറി, അങ്ങനെയാണോ? അത് മറ്റേതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ഭർത്താവ്
ആരും കാണണ്ട, നമ്മൾ തമ്മിലുള്ള വഴക്ക് ഞാൻ സോറി പറഞ്ഞിരിക്കുന്നു. അത് അങ്ങനെയാണോ? തലയാണേലും അത് ആൾക്കാരൊക്കെ കാണുമ്പോഴല്ലേ, രഹസ്യത്തിൽ അങ്ങനെ വേണമെന്നില്ലല്ലോ. ഹലോ, അങ്ങനെയാണോ? ഓക്കെ, ഇപ്പോൾ ചോദ്യം കിട്ടിയില്ലേ? ചോദ്യം പിടിയിട്ടില്ലേ? ചോദ്യം മനസ്സിലാകാത്ത എത്ര പേരുണ്ട്? കൈ ഉയർത്തി. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയരെ, ബൈബിളിലെ പ്രിൻസിപ്പിൾ എന്താ? നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ബൈബിൾ പ്രിൻസിപ്പിൾ എന്താ? നമ്മൾ പാപികളായിരിക്കെ യേശു നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആരാ സ്ട്രോങ്? നമ്മളല്ല, യേശുവാ സ്ട്രോങ് ആയിട്ടുള്ളവൻ. വീക്കായിട്ടുള്ള നമ്മളെ തേടി വന്നു. ഹല്ലേലൂയ. നീ ഒരു ആത്മീയ നേതാവാണെങ്കിൽ, മേ ബി യു ആർ എ ഹസ്ബൻഡ്, മേ ബി യു ആർ എ വൈഫ്, നീ ഒരു ഭർത്താവായിരിക്കും, നീ ഒരു ഭാര്യയായിരിക്കും, നീ ആത്മീയ വളർച്ച പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പാലം പണിയേണ്ട ചുമതല നിന്റെയാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വലിപ്പ ചെറുപ്പത്തെക്കുറിച്ചല്ല അവിടെ വിഷയം. നീ ഇഫ് യു ആർ ദ സ്ട്രോങ് പേഴ്സൺ, ആത്മീയമായിട്ട് സ്പിരിച്വലി, എങ്കിൽ യേശുവിൻ്റെ സ്ഥാനത്ത് നീ നിൽക്കുക. താങ്ക് യു ലോർഡ്. യേശു നശിച്ചു പോയ നമ്മളെ അപ്രോച്ച് ചെയ്തത് അവൻ്റെ വലിപ്പമാ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇനി നമുക്ക് 27-ാം വാക്യം മുതൽ വായിക്കാം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഓക്കെ, കർത്താവ് ഇത് ആരോടാ പറയുന്നത്? പത്രോസിനോട്. ഓക്കെ, പത്രോസിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് എങ്ങനെയാ? ചൂണ്ടയായിട്ടാണോ? വലയായിട്ടാ? ഹല്ലേലൂയ. കർത്താവ് എന്തുകൊണ്ടാ വലയായിട്ട് പോകാൻ പറഞ്ഞത്? അതായത് വല വീശിയിട്ട് പിടിച്ചിട്ട് ഇപ്പം കുറേ മീനെ കിട്ടുമല്ലോ. ഏത് മീനിൻ്റെ വായിലാണ് ആവശ്യമായിരിക്കുന്നത് പണം ഇരിക്കുന്നത് നമുക്കറിയാമോ? എന്തുകൊണ്ടാണ് വല വീശാൻ പറയാഞ്ഞത്? ചൂണ്ട മതി. താങ്ക് യു ലോർഡ്. ആ കിങ്ഡം പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. നിന്റെ ആവശ്യത്തിന് ചെറിയ കാര്യങ്ങൾ മതി. ഹല്ലേലൂയ. കർത്താവ് കരുതിയിട്ടുണ്ട്. നീ ഒരു ചൂണ്ട കൊണ്ട് ഇട്ടാൽ മതി, അതിൻ്റെ അകത്ത് ആദ്യം കൊത്തണ മീനെ പിടിച്ചോ. ഹല്ലേലൂയ. നമ്മുടെ പ്രൊവിഷൻസ് കർത്താവ് അങ്ങനെയാ പ്രിയരെ വെച്ചിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. മറുവശം എന്താ? വലയുമായിട്ട് പോയി കുറേ മീനെ പിടിച്ച് അത് വിറ്റ് കാശാക്കി, അങ്ങനെയല്ല. നോ, താങ്ക് യു ലോർഡ്. നമ്മുടെ നീഡിന് ഇവിടെ ഇതൊരു നീഡായിട്ടാണ് കാണുന്നത്. യേശു ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ യേശു കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ? നമ്മുടെ പ്രൊവിഷൻ ഇങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ പ്രൊവിഷൻ ഇങ്ങനെയാ, അത് തിരിച്ചറിയുക. ഹല്ലേലൂയ. നിനക്ക് കൊടുക്കാൻ ആവശ്യമുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഓക്കെ, ഇവിടെ അവസാന ഭാഗത്ത് പറയുന്നത് ഫോർ യു ആൻഡ് മീ, നിനക്കും എനിക്കും ആവശ്യമായിരിക്കുന്ന പണം. അപ്പോൾ ബാക്കി ശിഷ്യന്മാരോ? ബാക്കി ശിഷ്യന്മാരുടെ പണം എവിടെയാ? അതാ ഞാൻ പറഞ്ഞത്, 20 വയസ്സല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ളവർക്ക് ഈ ടാക്സ് അടക്കേണ്ട ആവശ്യമുള്ളൂ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതിൻ്റെ താഴെയുള്ളവർക്ക് ടാക്സ് വേണ്ട, ടാക്സ് അടക്കണ്ട. അപ്പോൾ പത്രോസ് 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, യേശു 20, ബാക്കിയൊക്കെ അതിനേലും ചെറുതാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എനിക്കും നിനക്കും ഉള്ള പണം കൊടുത്തോളാൻ ബാക്കി ആൾക്കാർക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇനി യേശു ഇട്ടിരുന്ന വസ്ത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യേശു ഇട്ടിരുന്ന വസ്ത്രം എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു കൂറ വസ്ത്രമായിരിക്കുമോ? യേശു വസ്ത്രം മാറിയതിനെക്കുറിച്ചൊന്നും നമ്മൾ വായിക്കുന്നില്ല, അറിയില്ല, കേട്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം
യേശു വസ്ത്രം മാറിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശു ഭക്ഷണം കഴിച്ചിട്ടില്ല, യേശു വെള്ളം കുടിച്ചിട്ടില്ല, കാരണം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയാണോ? നോ, ഹല്ലേലൂയ, അങ്ങനെയല്ല. യേശുവിൻ്റെ വസ്ത്രം നല്ല വസ്ത്രമായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രം മുഷിഞ്ഞ് അങ്ങനത്തെ ഒരു വസ്ത്രം അല്ലായിരുന്നു. നമുക്ക് തെളിവെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ ഇല്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. താങ്ക് യു ലോർഡ്. അപ്പോൾ ഈ അങ്കി എന്ത് ചെയ്യരുത്? കീറരുത്. എന്തുകൊണ്ടാണ്? അത് കീറി അങ്ങ് 4 ആക്കിയാൽ എന്താ കുഴപ്പം? ആർക്കും പ്രയോജനം ഇല്ലാണ്ട് പോവും. ഹല്ലേലൂയ. നല്ല വസ്ത്രമായത് കാരണം ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമുക്ക് ചീട്ടിട്ട് നറുക്കിട്ടെടുക്കാം. ആർക്കാണെന്ന് വെച്ചാൽ കിട്ടിക്കോട്ടെ. പ്രവചനമുണ്ട്. ഹല്ലേലൂയ. പ്രവചനത്തിൻ്റെ നിവർത്തിയും കൂടെയായത്. നമ്മൾ സങ്കീർത്തനം 24-18 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം, ദേ ഡിവൈഡഡ് മൈ ക്ലോത്ത്സ് എമംഗ് ദം ആൻഡ് കാസ്റ്റ് ലോട്ട് ഫോർ മൈ ഗാർമെന്റ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഈ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ അതിൻ്റെ കാരണം എന്താ? നല്ല വസ്ത്രമായിരുന്നു യേശുവിൻ്റെ വസ്ത്രം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അടുത്തതായി, യേശുവിനും ആ ഗ്രൂപ്പിന് ട്രഷറർ ഉണ്ടായിരുന്നു. അറിയാമോ? പൈസ ഇല്ലാത്തവർക്ക് ട്രഷറർ എന്തിനാ? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 29. പണസഞ്ചി യൂദയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. പണസഞ്ചി കീപ്പ് ചെയ്യുന്ന ആളാരാ? യൂദാസ്. അപ്പൊ പണസഞ്ചി ഉണ്ട്, അതിലെ പണം ഉണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 5-6 വാക്യം ഒന്ന് വായിച്ചാൽ, തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഹല്ലേലൂയ. ഇതിന്റെ സന്ദർഭം എന്താണെന്നറിയോ? ഒരു അലബാസ്റ്റർ ജാർ, സുഗന്ധദ്രവ്യമുള്ള ഭരണി കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിൻ്റെ കാലയിലും തൂക്കുന്ന ഒരു രംഗമാണ്. അപ്പം അത് കാണുമ്പോൾ യൂദാസ് പറയുന്ന കാര്യമാണിത്. ഇത് വാട്ട് എ വേസ്റ്റ്, ഇതെന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? അവിടെ യൂദാസിൻ്റെ മനസ്സിലിരിപ്പ് അതാണ്. നമ്മൾ 6-ാം വാക്യം ഒന്നും കൂടെ വായിച്ചോ. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ ഇതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ യൂദാസിന് ഒരു രീതിയുണ്ട്. പണസഞ്ചി പുള്ളിയുടെ കയ്യില, അതിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. ഈ എടുക്കുന്ന ആളാ യൂദാസ്. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമുക്കങ്ങനെ പറ്റുമോ? യൂദാസിൻ്റെ സ്ഥാനത്ത് നമുക്ക് വരാൻ പറ്റുമോ? താങ്ക് യു ലോർഡ്. നമ്മളും ആ സ്ഥാനത്ത് നമ്മളെ തന്നെ നിർത്തിയൊന്ന് ആലോചിക്കണം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലോട്ട് വരുന്ന 1 രൂപയാണേലും 10 രൂപയാണേലും 100 രൂപയാണേലും we are stewards of God. ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, ഹല്ലേലൂയ, നമ്മുടെ കയ്യിലോട്ട് ദൈവം തരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു 2 കാര്യങ്ങൾ ദൈവം തരും. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്നത് ദൈവം തരും, സീഡ്സ്. പിന്നെ ദൈവം തരുന്നത് എന്തിനാ? നമുക്ക് വിതയ്ക്കാൻ ആവശ്യമായിരിക്കുന്നത് ദൈവം തരും. താങ്ക് യു ലോർഡ്. ഈ വിതയ്ക്കാൻ ആവശ്യമായിരിക്കുന്നത് 2 പേർപ്പസ് ഉണ്ട്.
ഹല്ലേലൂയ. നാളത്തേക്ക് നമ്മളൊരു പ്ലാനിങ് വേണം. ഹല്ലേലൂയ. നാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ഇന്ന് എനിക്ക് കിട്ടുന്നതിൽ നിന്നും ഞാൻ അതിനുവേണ്ടി കരുതണം. അത് ദൈവത്തിൻ്റെ രീതിയാ. ദൈവം തരുന്നത് അതിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഇന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ആവശ്യം. ഞാൻ എന്ത് വിതയ്ക്കണം, ഇത് നാളത്തേക്ക് ഞാൻ എങ്ങനെ കരുതണം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിൽ കൂടെ പോകണം പ്രിയരെ. താങ്ക് യു ലോർഡ്. വി കനോട്ട് ബി ഡം പീപ്പിൾ. മണ്ടന്മാരാകാൻ സാധ്യമല്ല. ബോധമില്ലാണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടത് പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ബുദ്ധിയെ കൊണ്ടേ കുഴിച്ചിടരുത്. ബുദ്ധി അവിടെ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, അപ്ലൈ ചെയ്യേണ്ടടുത്ത് അപ്ലൈ ചെയ്യണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പം യൂദാസിന് പറ്റിയ, അപ്പം നമ്മൾ പണസഞ്ചിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യൂദാസ് ആരായിരുന്നു? ട്രഷററായിരുന്നു. യേശുവിൻ്റെ ടീമിൽ ട്രഷററുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് പൈസ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതെൻ്റെയാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ആൾക്കാർ പറയില്ലേ വെല്ലുവിളിക്കുമ്പോൾ, എനിക്കിഷ്ടമുള്ള. താങ്ക് യു ലോർഡ്. അപ്പോൾ പ്രിയരെ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഉള്ള ബുദ്ധി എങ്ങനെ കിട്ടും? എന്ത് ചെയ്യണമെന്ന് നമുക്കെങ്ങനെ, എത്ര രൂപ ബാങ്കിലിടാം, എത്ര രൂപ സേവ് ചെയ്യാം, ഈ ബുദ്ധി നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പോൾ ഒന്ന് ചിന്തിക്കുമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ ബുദ്ധി ആരും പറഞ്ഞു തരത്തില്ല. താങ്ക് യു ലോർഡ്. ആരെങ്കിലും എൻ്റെ അടുത്ത് ജീവിതം പോവും, ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നീ കുത്തിയിരുന്ന് ആലോചിക്കുക. ഹല്ലേലൂയ. ദൈവം നിനക്ക് ബുദ്ധി തരും. ബുദ്ധി കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. താങ്ക് യു ലോർഡ്. വയസ്സായിട്ടുള്ള ബുദ്ധി പറഞ്ഞു തരാൻ പറ്റുന്നവരുടെ അടുത്ത് കൗൺസിൽ എടുക്കുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. യു നീഡ് ടു ഡു ഇറ്റ്. അത് നീ ചെയ്യണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇനി നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 11 വരെയുള്ള ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളട്ടെ. യേശു ആരാ? സൃഷ്ടാവാ. ഹല്ലേലൂയ. യേശു സ്വർഗീയ മഹത്വത്തില് ഇരുന്ന വ്യക്തിയാ. താങ്ക് യു ലോർഡ്. ഈ സ്വർഗീയ മഹത്വം വെടിഞ്ഞട്ട താന്ന ലോകത്തിലേക്ക് വന്നത്, മനുഷ്യൻ്റെ ഇടയിലേക്ക് വന്നത്. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, അഭിവൃദ്ധി കാണണം എന്നുണ്ടെങ്കിൽ അതിനു മുൻപേ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ വഴി ഏതായിരുന്നു? നമുക്ക് ഈ വാക്യം മുഴുവൻ വായിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം. ഓക്കെ, തുടർന്ന്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഓക്കെ, ഇവിടം വരെ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യമോ? തുടർന്ന് വായിക്കാം 9-ാം വാക്യം. അതുകൊണ്ട് ദൈവവും, അതുകൊണ്ട്, ഓക്കെ, യേശുവിൻ്റെ യേശു എന്ത് ചെയ്തു എന്നാ അതുവരെ നമ്മൾ കണ്ടത്. അടുത്തത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ ദൈവത്തിന് പിന്നൊരു പാർട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മുടെ പാർട്ട് ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. ദൈവത്തിൻ്റെ പാർട്ട് വായിക്കാം 9-ാം വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ഹല്ലേലൂയ.
നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമം എന്ന് പറയും. അതിന് മുമ്പ് സംഭവിച്ചതാ നമ്മൾ നേരത്തെ വായിച്ചത്. ഹല്ലേലൂയ. ആ ദൈവിക മഹത്വം വെടിഞ്ഞ് താന്ന ലോകത്തോട് മനുഷ്യരോളം താന്ന് മരണത്തെ സ്വീകരിച്ച യേശു. അതുകൊണ്ട് താങ്ക് യു ലോർഡ്, അവന്റെ നാമത്തെ 9-ാം വാക്യം മുതൽ ഒന്നും കൂടെ വായിക്കാം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പോൾ യേശു ദൈവത്തിന്റെ മഹത്വം വെടിഞ്ഞു നമ്മുടെ ഇടയിലേക്ക് വന്നു. അവിടെ തീർന്നോ കാര്യം? അവിടെ തീർന്നില്ല. താങ്ക് യു ലോർഡ്. ഗോഡ് ഹാസ് എ പ്ലാൻ. അവനെ ഉയർത്തുന്നൊരു പ്ലാനുണ്ട്. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മുടെ സബ്ജക്റ്റായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, താങ്ക് യു ലോർഡ്, നമ്മളെ തന്നെ ഉയർത്തണ്ട. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ഹംബിളായിരിക്കണം. ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. വി ഹാവ് ടു ബി ഗുഡ് സ്റ്റുവേർഡ്സ്. നല്ല കാര്യസ്ഥന്മാരായിരിക്കണം. താങ്ക് യു ലോർഡ്. നമ്മുടെ ഭാഗം നമ്മൾ റെസ്പോൺസിബിളാ. എന്നാൽ ദൈവത്തിനൊരു മറുഭാഗമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താഴ്ന്നിരിക്കുന്നവനെ ഉയർത്തുന്നൊരു ഭാഗമുണ്ട്. അത് ദൈവത്തിൻ്റെ ഭാഗമാ. താങ്ക് യു ലോർഡ്. നിന്നെ ഉയർത്തുമ്പോൾ നീ വന്ന വഴി മറന്നു പോകരുത്. താങ്ക് യു ലോർഡ്. നീ ആ ഉയർന്ന് നിൽക്കുമ്പോൾ വന്ന വഴി മറന്നു പോകരുത്. ഉയർത്തിയവനെ മറന്നു പോകരുത്. താങ്ക് യു ലോർഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് അപ്പോഴും ഇവിടെയാ. ഹല്ലേലൂയ. നിന്നെ തന്നെ താത്തി ഏൽപ്പിച്ച ആറ്റിറ്റ്യൂഡിലാണ് നീ നിൽക്കേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ കരമാണ് നിന്നെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇനി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37-38. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി. അപ്പൊ ഈ ഒരു കണ്ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 5000 പേര് ഫാമിലി എന്ന് പറയാം, മുമ്പിലിരിക്കുക. ഇവരെല്ലാം വിശന്നിരിക്കുക എന്ന് മനസ്സിലായി. ഇവിടെ അടുത്തൊന്നും പ്രൊവിഷൻ ഇല്ല, അതും മനസ്സിലായി. ശിഷ്യന്മാരോട് യേശു എന്താ പറയുന്നത്? നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ. ഹല്ലേലൂയ. യേശുവിനെ അറിയില്ലേ? അപ്പോൾ ഇനി ആ വാക്യം ഒന്ന് വായിക്കാം, ആദ്യം മുതൽ വായിക്കാം. അവനവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവനവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. യേശു അവിടെ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ചെയ്യുക. ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാ? നിങ്ങളുടെയാ. ഹല്ലേലൂയ. ഇപ്പം ടൈറ്റ് സ്പോട്ടിലായില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശിഷ്യന്മാർക്ക് ഓടാൻ പറ്റൂല. ഹല്ലേലൂയ. അപ്പം ഇപ്പം അവർ ആലോചിക്കുക. ഇത്ര നേരം എന്ത് ചെയ്തില്ല? ആലോചിച്ചില്ല. എല്ലാവരും വിശന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യേശു വിളിച്ചിട്ട് പറയേ, അതേ, ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണെന്നറിയോ? നിങ്ങളുടെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ എത്രയുണ്ട്? താങ്ക് യു. പല ഗോസ്പൽസിൽ ഇതുണ്ട്, സുവിശേഷങ്ങളിൽ ഇതുണ്ട്. അതിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ അതെല്ലാം ചേർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ അടുത്തൊന്നും ഒരു ഇടയില്ല. ഹല്ലേലൂയ. പോയി ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇടം അടുത്തൊന്നും ഇല്ല. താങ്ക് യു ലോർഡ്. ഇവരുടെ പൈസയും തികയത്തില്ല. പക്ഷെ അവരൊന്ന് ആലോചിച്ചു, കുറച്ച് പൈസ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ അവരുടെ കയ്യിൽ ഒരു ധനശേഖരം ഉണ്ട് എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി കിട്ടാ. ഹല്ലേലൂയ. അവർ ചിന്തിക്കുക, നമുക്കുള്ളത് വെച്ച് എന്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാ യേശു ചോദിക്കുന്നത്,
വാട്ട് ഡു യു ഹാവ്? നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. 5 അപ്പവും 2 മീനും. ഹല്ലേലൂയ. യേശു നിനക്ക് ഉള്ളതിൽ നിന്നാണ് തുടങ്ങുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ രീതി എന്തായിരുന്നു? 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് യേശു എന്ത് ചെയ്തു? വാഴ്ത്തി. ഹല്ലേലൂയ. അതെന്താ ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് നോക്കുക. താങ്ക് യു ലോർഡ്. എൻ്റെ കയ്യിൽ ഇതാ ഉള്ളത്, സ്വർഗത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ബാക്കി കാര്യങ്ങൾ നടന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മുടെ സാഹചര്യത്തിൽ താങ്ക് യു ലോർഡ്, ഇവിടെയുള്ള കാര്യം എന്താ? മുമ്പിൽ വിശന്നിരിക്കുന്നവരുണ്ട്. താങ്ക് യു ലോർഡ്. അടുത്തൊന്നും പ്രൊവിഷൻ ഇല്ല. താങ്ക് യു ലോർഡ്. പോയി തിരിച്ചെത്താൻ വഴിയില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി ആരുടെയാ? നിങ്ങളുടെയാ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന നിപ്പിലാണെങ്കിൽ ഉത്തരം ഇതാ, കയ്യിലെന്താ ഉള്ളത്? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കയ്യിലുള്ളതിനെയാ കർത്താവ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പ്രിയരെ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയരെ, യേശുവിൻ്റെ മിനിസ്ട്രിയിൽ നമ്മൾ കാണുന്ന എല്ലായിടത്തും കുരുടനെ സൗഖ്യമാക്കാൻ യേശു തുപ്പി ആ മണ്ണ് എടുത്ത് കണ്ണിൽ വെച്ച് കൊടുക്കുക. എന്തിനാ യേശു അങ്ങനെ ചെയ്തത്? ഊതിയ പോരെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ജീസസ് ഡിഡ് സംതിങ് വിത്ത് സംതിങ്. വിധവ ഇത്തിരികോളം മാവേ ഉള്ളൂ. അതെന്തിനാ എടുത്തത്? ഇത്രയും മാവ്, ഇത്രയും കൊട്ട മാവ് നിറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തിരി മാവ് എന്തിനാ? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവ് തുടങ്ങുന്നൊരു പാറ്റേൺ ഉണ്ട്. താങ്ക് യു ലോർഡ്. എങ്ങോട്ടെങ്കിലും നോക്കി അയ്യം വിളിക്കുമ്പോഴല്ല നിന്റെ വിടുതൽ വരുന്നതാ. നിന്റെ കയ്യിൽ. ദാവീദിനോട് ചോദിച്ചു നോക്ക്. ശൗല് പടച്ചട്ടം മുഴുവൻ ദാവീദിന് കൊടുത്തു. ഇതെല്ലാം യുദ്ധത്തിന് ആവശ്യമുള്ളത് ഇതെല്ലാമാണ്. ദാവീദ് എന്ത് ചെയ്ത്? അതൊക്കെ ഇട്ട് ദാവീദിന് മനസ്സിലായി ഇത് എൻ്റെ യുദ്ധം ഇങ്ങനെയല്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ദാവീദ് ഇതെല്ലാം ഊരി അവന് അറിയാവുന്ന കല്ലുമായിട്ട് ഇറങ്ങി. താങ്ക് യു ലോർഡ്. ഒരു രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന് ദാവീദിനൊരു കല്ല് മതിയായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മൾ തിരിച്ചറിയണം എത്ര എക്സാമ്പിളുകൾ ഉണ്ടെന്നറിയോ? ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, there are divine principles. നിനക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടോ? താങ്ക് യു ലോർഡ്. ദൈവം അങ്ങോട്ടാണ് നോക്കുന്നത്. താങ്ക് യു ലോർഡ്. അവിടെ നിന്ന് വേണം നിന്നെ സമൃദ്ധിയിലോട്ട് നടത്താൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ചിന്തിക്ക് പ്രിയരെ, നിന്റെ കയ്യിൽ എന്താ ദൈവം തന്നിരിക്കുന്നത്? നിന്റെ കയ്യിൽ എന്ത് കഴിവാണ് നിനക്ക് തന്നിരിക്കുന്നത്? നാവാണോ നിനക്ക് തന്നിരിക്കുന്നത്? എങ്കിലും നീ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ അത്ഭുതത്തിലോട്ടുള്ള വഴി അതാ. ദാറ്റ്സ് ഹൗ യു എൻ്റർ ദെയർ. താങ്ക് യു ലോർഡ്. ഇനി ഓക്കെ, നമുക്ക് ഒരു ഭാഗവും കൂടെ വായിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. യേശുവിൻ്റെ ടൂംബ്, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള വാക്യം. എല്ലാ സുവിശേഷത്തിലും ഇതുണ്ട്. നമ്മൾ ഇവിടെ മാത്രം നമ്മളിപ്പോൾ വായിക്കുന്നുള്ളൂ. സന്ധ്യയായപ്പോൾ അരിമത്തിക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്ന്. ഓക്കെ, നിൽക്കട്ടെ, ഒന്ന് പോയിന്റ് ചെയ്ത് പോവാം. ഈ അരിമത്യക്കാരനായ ജോസഫിനെ കുറിച്ച് ഒരു കാര്യം എടുത്തു പറയുക. എന്താ പറയുന്നത്? ധനവാൻ. ഹല്ലേലൂയ. ഈ ധനവാനുമായിട്ട് യേശുവിന് ബന്ധമുണ്ടോ? ഹല്ലേലൂയ. ഈ എക്സ്ട്രീം പ്രോസ്പെരിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരു ധനവുമായിട്ട് ഒരു ബന്ധവും വേണ്ട. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അങ്ങനെയല്ല പ്രിയരെ. യേശുവിന് ധനമായിട്ടല്ല ബന്ധം, മനുഷ്യനായിട്ടാണ് ബന്ധം. ഹല്ലേലൂയ, ആറ്റിറ്റ്യൂഡായിട്ടാണ് ബന്ധം. താങ്ക് യു ലോർഡ്. എന്നാൽ ഒരു റിച്ച് മാൻ വന്നു, ഒരു റൂളർ യേശുവിൻ്റെ അടുത്ത് വന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഹൗ ഡു ഐ എൻ്റർ? യേശു അവനോട് എന്താ പറഞ്ഞ്? യേശു പറഞ്ഞു, നീ കൽപ്പനകൾ അനുസരിക്കുക.
അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നുണ്ട്, എല്ലാം അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ യേശു പറഞ്ഞ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ എൻ്റെ പിന്നാലെ വരാ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ വിഷമിച്ച് തിരിച്ചുപോയി. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാ? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ, കർത്താവേ, ഇങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ ആര് പോകും? കാരണം ഇവർ ചിന്തിക്കുക, ഈ ധനവാന്റെ സ്ഥാനത്ത് ഞങ്ങളാണ്, കർത്താവ് ഞങ്ങളോടാണ് ഇതൊക്കെ കളഞ്ഞ് വരാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പറ്റൂല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് വലയും അതും ഇതൊക്കെ ഉള്ളത് വിട്ടുകൊണ്ട് അങ്ങ് വരാൻ കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇവൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചോദ്യമാണ്. അപ്പോഴാണ് യേശു പറയുന്നത്, ദൈവത്താലെല്ലാം സാധ്യം, മനുഷ്യരാൽ അസാധ്യം, ദൈവത്താലെല്ലാം സാധ്യം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, താങ്ക് യു ലോർഡ്. ആ ധനവാൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, ഉള്ളതൊക്കെ വിറ്റ് എൻ്റെ പിന്നാലെ വരാൻ. അരിമത്തെ ജോസഫിനെ കുറിച്ച് പറയുക, ധനവാനായിരുന്നു എന്ന്, യേശുവിൻ്റെ ശിഷ്യനായിരുന്നു എന്ന്. ഹി ഫോളോഡ് ജീസസ്. വ്യത്യാസം എന്താ? മറ്റേ ധനവാന്റെ ആശ്രയം അവൻ്റെ ധനത്തിലുണ്ട്. ഹല്ലേലൂയ. യേശു അവൻ്റെ വീക്ക്നെസ്സിൽ തൊട്ടതാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അവന് അത് സാധ്യമല്ല. മാമോനെയും കർത്താവിനെയും കൂടെ ഒരുമിച്ച് പിടിച്ച് പോകണം. ഹല്ലേലൂയ. യേശു പറഞ്ഞത് രണ്ടിലൊന്നേ പറ്റത്തുള്ളൂ. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മുടെ പ്രയോറിറ്റീസ് റൈറ്റ് ആയിരിക്കണം. അതാ അവിടെ വിഷയം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നീ എല്ലാം ഉള്ളതൊക്കെ വിറ്റ് പട്ടിണി കിടക്കണം, അതല്ല ടീച്ചിങ്, അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ മുൻപിൽ പണം ഒരു വിഗ്രഹമാണെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ദൈവം അത് ചൂണ്ടിക്കാണിക്കും. നീ അത് കൈകാര്യം ചെയ്യുന്നത് വരെ നിനക്ക് ദൈവത്തെ സെർവ് ചെയ്യാൻ സാധിക്കത്തില്ല. താങ്ക് യു ലോർഡ്. അല്ലെങ്കിൽ യു ആർ എ ഫ്രണ്ട് ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അരിമത്തെ യോസഫിനെ കുറിച്ച് അവിടെ പറയുന്നത് ധനവാനായിരുന്നു. ഹല്ലേലൂയ. വായിക്കാം. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. പീലാത്തോസിന്റെ അടുക്ക ചെന്ന്, അടുക്ക ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? ഒരു റൂളറാ, ന്യായപാലകനാ, രാജകീയ സ്ഥാനമാ, ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ? അരിമത്തെ യോസഫിന് ചെല്ലാം. താങ്ക് യു ലോർഡ്. കാരണം എന്താ? ധനം മാത്രമല്ല, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. പ്രിയരെ, ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ധനമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം. താങ്ക് യു ലോർഡ്. വായിച്ചോ. യോസഫ് ശരീരമെടുത്ത് നിർമ്മലശീലയിൽ പൊതിഞ്ഞു, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച്. ഹല്ലേലൂയ. പാറയിൽ വെട്ടിയ കല്ലറ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? അരിമത്തെ ജോസഫിന് വേണ്ടിയിട്ട് പുള്ളി കരുതിയതാ. ഹല്ലേലൂയ. താങ്ക് യു. ഒരു റിച്ച് മാൻ്റെ പ്രൊവിഷനാ അത്. താങ്ക് യു ലോർഡ്. എന്നാൽ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്നു, യേശുവിൻ്റെ ശരീരത്തെ ചോദിച്ചു. താങ്ക് യു ലോർഡ്. അതെല്ലാം സംസാരിക്കാൻ, പീലാത്തോസ് അത് അനുവദിക്കാൻ ഉള്ള പ്രാഗൽഭ്യമുണ്ട്. താങ്ക് യു ലോർഡ്. ചില്ലറ മനുഷ്യനല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്തെ നല്ല ഒരു തുണിയിൽ പൊതിഞ്ഞു, ലിനൻ ക്ലോത്ത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിന് വേണ്ടി ചെയ്യുമ്പോൾ നല്ലത് ചെയ്യണം. ഹല്ലേലൂയ. അവൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ചെയ്യണം. താങ്ക് യു ലോർഡ്. നിൻ്റെ പിച്ചക്കാശ് യേശുവിന് വേണ്ട. താങ്ക് യു ലോർഡ്. നിൻ്റെ മനസ്സ് യേശുവിന് വേണം. ഹല്ലേലൂയ. നിൻ്റെ മനസ്സിൽ, താങ്ക് യു ലോർഡ്, നീ യേശുവായിട്ടുള്ള ബന്ധത്തിൽ നീ ഫസ്റ്റ് വാ. ആബേലിനെയും ഖായേലിനെയും കുറിച്ച് പറയുമ്പോൾ സാക്രിഫൈസ് നമുക്കറിയാം. ഓക്കെ, അതിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. ആബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. താങ്ക് യു ലോർഡ്. യാഗത്തിൽ പ്രസാദിച്ചു എന്നല്ല പറയുന്നത്, ആദ്യം പ്രസാദിച്ചത് ആബേലില. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ യാഗം വരുന്നുള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഖായേലിനെ ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല, പിന്നെ അവൻ എന്ത് യാഗം കൊണ്ടെന്നാലും കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ലെപ്പർ, കുഷ്ഠരോഗി, ലോകത്തുള്ള ഏറ്റവും നല്ല മിഠായി പൊളിച്ച് അതെടുത്ത് നമ്മുടെ കുഞ്ഞിന് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും?
ലോകത്തുള്ള ലക്ഷക്കണക്കിന് വിലയുള്ള മിഠായിയാണ്. പക്ഷെ നമ്മൾ പറയും വേണ്ട, മിഠായി അല്ല വിഷയം. അവിടെ എന്താ വിഷയം? തരുന്ന ആളാ വിഷയം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ആദ്യം നീ ദൈവമായിട്ട് നേരെയാക. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.